നമസ്കാരം കുട്ടികളെ, നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. എട്ടാമത്തെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങും IT എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ 8ാമത്തെ മോഡ്യൂളാണ് പ്രൊജക്ഷൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് പകുതിയിലധികം മാർക്കിൻ്റെ ഒരു ചോദ്യം ഈ ചാപ്റ്ററിൽ നിന്ന് സാധാരണ വരുന്നതാണ്. അപ്പോൾ അത് കുറച്ച് ദീർഘമേറിയ ചാപ്റ്ററാണ്. നമുക്ക് ഓരോന്നും പടങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴെന്താണ് പ്രൊജക്ഷൻ, അതിൻ്റെ ബേസിക് കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അതിനുശേഷം ഇന്നത്തെ ക്ലാസ്സിൽ പ്രൊജക്ഷൻസ്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, ടൈപ്സ് ഓഫ് പ്രൊജക്ഷൻ, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എങ്ങനെയൊക്കെയാണ് വരയ്ക്കുന്നത് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ പ്രൊജക്ഷൻ, എൻ്റെ ഇൻട്രൊഡക്ഷൻ. വാട്ട് ഈസ് പ്രൊജക്ഷൻ? ഇൻട്രൊഡക്ഷൻ. സോളിഡ് geometry is of points, lines, planes and solids on a flat surface or a sheet of paper. അതായത് സോളിഡ് ജോമെട്രി എന്ന് പറയുന്നത് പോയിന്റുകൾ, ലൈനുകൾ, പ്ലെയിനുകൾ ഇവയൊക്കെ ഒരു ഫ്ലാറ്റ് സർഫസിൽ, ഒരു ദ്വിമാന പ്രതലത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന, വരയ്ക്കുന്ന രീതിയാണ് നമ്മൾ സോളിഡ് ജോമെട്രിയിൽ ചെയ്യുക. ഈ straight lines are drawn from different points of the object to meet a plane. The object is said to be projected. അതായത് ഒരു വസ്തുവിൻ്റെ ഓരോ പോയിന്റിൽ നിന്നും, ഡിഫറെൻ്റ് പോയിന്റിൽ നിന്നും ഒരു ലൈന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നതിനെ ആ ഒരു പ്ലെയിനുമായിട്ട് മീറ്റ് ചെയ്യുന്നത് പോലെ ഒരു ഓബ്ജക്റ്റിൽ നിന്നും, ഓരോ പോയിന്റിൽ നിന്നും ഓരോ സ്ട്രെയിറ്റ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നതിനെ പ്രൊജക്ഷൻ എന്ന് പറയുന്നു. ആ ഓബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ആ ഓബ്ജക്റ്റിൽ ഓരോ കോർണറിൽ നിന്നും, ഓരോ പോയിന്റിൽ നിന്നും നമ്മുടെ ഓരോ ലൈന് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ മനസ്സിലാവും. ഇനി അതിൻ്റെ പ്രൊജക്ഷൻ എന്നുള്ളതിൻ്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? For representing a 3-dimensional object in a 2-dimensional surface is called projection. അപ്പോൾ 3-dimensional വരയ്ക്കുന്നതിനെയാണ് ഈ പിക്ചോറിയൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. 2-dimensional വരയ്ക്കുന്നതാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അത്രയും കാര്യം ഓർക്കുക, മനസ്സിലാക്കുക. കൂടുതൽ വ്യക്തമാവും നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴും. ഈ പിക്ചോറിയൽ പ്രൊജക്ഷൻ 3 തരത്തിൽ വരയ്ക്കാം. അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനും 2 തരം ആണ് നമ്മൾ സാധാരണ വരയ്ക്കുക. അതും 1 by 1 ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പം എന്താണ് പിക്ചോറിയൽ പ്രൊജക്ഷൻ? ഇൻ ദിസ് ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻ all elements like length, breadth and height of an object are shown in a drawing in a single sketch. That is, all 3 dimensions of an object are in single sketch. Pictorial projections are divided into following 3 parts. അത് പിക്ചോറിയൽ പ്രൊജക്ഷനിൽ ഒറ്റ ചിത്രത്തിൽ നീളവും വീതിയും ഘനവും അല്ലെങ്കിൽ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് 3 അളവുകളും ഒരേ ചിത്രത്തിൽ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അത്തരം പ്രൊജക്ഷനെയാണ് പിക്ചോറിയൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അത് താഴെ പറയുന്ന 3 രീതിയിലുണ്ട്. ഒന്ന് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ, ഐസോമെട്രിക് പ്രൊജക്ഷൻ, ഒബ്ലിക്ക് പ്രൊജക്ഷൻ. ഇതാണ് പ്രൊജക്ഷൻ. എന്താണ്? അപ്പോൾ ഈ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നമ്മൾ ആ കാണുന്ന ഒരു പോയിന്റിൽ നിന്ന് ആ വസ്തുവിനെ നോക്കുന്നു. അതായത് ഇതാണ് ഓബ്ജക്റ്റ്. അതിൻ്റെ മുമ്പിലൊരു ഇമാജിനറി ഒരു പ്ലെയിൻ വെച്ചിരിക്കുന്നു. അപ്പം നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ആ വസ്തുവിൻ്റെ ഇമേജ് എങ്ങനെയാണോ നമ്മളിവിടെ പതിയുന്നത്, ഒരു സിംഗിൾ പോയിന്റിൽ നിന്ന് നോക്കുന്നതായിട്ടാണ്. ഈ വസ്തുവിൻ്റെ ഇമേജ് ഈ ഇമേജിനറി പ്ലെയിനിൽ എങ്ങനെയാണ് പതിയുന്നത്, അത് ആണ് പ്രൊജക്ഷൻ, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറയുക. ഇനി ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്താണെന്ന് പറയുമ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. ഇനി ഐസോമെട്രിക് പ്രൊജക്ഷൻ. ഇൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ 3 dimension, ഇതിൽ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനും ഐസോമെട്രിക് പ്രൊജക്ഷനും ഒബ്ലിക് പ്രൊജക്ഷനും പിക്ചോറിയൽ വ്യൂവിൽ പെട്ടതാണ് കേട്ടോ. 3 ഡയമെൻഷണൽ വ്യൂവിൽ പെട്ടതാണ്. അപ്പോൾ
അല്ലെങ്കിൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ പെട്ടതാണ്. സോറി, ഓർത്തോഗ്രാഫിക് അല്ല, ഐസോമെട്രിക് പ്രൊജക്ഷനിൽ അല്ലെങ്കിൽ പിക്ചോറിയൽ വ്യൂവിൽ പെട്ടതാണ്. അപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ 3 dimensions of an object can be represented in one view in its original size. To do so, the object is turned in such a manner that its 3 mutually perpendicular edges are equally foreshortened. അതായത് ഈ വസ്തു ഇത് കണ്ടില്ലേ, ഇതിൻ്റെ 3 വശങ്ങൾ, ഇത് നീളം, ഇത് വീതി, ഇത് ഉയരം അല്ലേ, ഈ ഒരു വസ്തുവിൻ്റെ. അപ്പോൾ 2 സൈഡിൽ നിന്നും ഒരേപോലെ ലെഫ്റ്റിൽ നിന്ന് 30 ഡിഗ്രി ചെരിച്ച്, ലെഫ്റ്റിൽ നിന്ന് 30 ഡിഗ്രി ചെരിച്ച്, റൈറ്റിൽ നിന്ന് 30 ഡിഗ്രി ചെരിച്ച് അതിൻ്റെ മോൾ ഭാഗവും കാണുന്നത് പോലെ ഇസഡ് ആക്സിലും അത് 30 ഡിഗ്രി മുകളിലേക്ക് ഉയർത്തി വെച്ചിരിക്കുന്നു. 3 വശങ്ങളും 3 സർഫസുകളും ഒരേ രീതിയിൽ നമ്മൾ കാണാവുന്നത് പോലെ. അതായത് ഇത് ആക്ച്വലി നമ്മൾ ഇത് എത്ര ഈ സൈഡ് അല്ലെങ്കിൽ ഈ നീളം എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ അത്രയും തന്നെ നമ്മൾ നേരിട്ട് ഇങ്ങനെ നോക്കുമ്പം അത്രയും നീളം തോന്നില്ല, കുറച്ച് ചെറുതായിട്ടുണ്ടാവും അല്ലേ. ഒരു സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ നേരെ നോക്കുന്ന, അതിങ്ങനെ ചെരിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നീളം, അതിനെ ലംബമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നീളം കുറഞ്ഞതായിട്ട് തോന്നില്ലേ. ഒരു വസ്തുവിനെ നമ്മൾ ലംബമായിട്ട് നോക്കുന്നത് പോലെ ആ അളവ് കാണില്ലല്ലോ, അത് നമ്മൾ ചെരിച്ച് വെക്കുമ്പം. ഈ പ്രതലത്തിനെ നമ്മൾ ഇവിടുന്ന് ലംബമായിട്ട് നോക്കിയാൽ കാണുന്ന അത്ര ഉണ്ടാവില്ല ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ. അതാണ് ഈ ഫോർ ഷോർട്ടൻ എന്ന് പറഞ്ഞാൽ. അല്ല, 3 വശങ്ങളും ഒരേപോലെ ചെറുതാക്കിയിട്ട് വരയ്ക്കുന്ന രീതിയാണ് എന്താണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഒരേപോലെ ഇത്ര ഓർത്താൽ മതി, ഒരേപോലെ 3 വശങ്ങളും ഒരേപോലെ ട്വിൽറ്റ് ചെയ്തിട്ട് ഒരേ ആംഗിളിൽ ചെരിച്ചിട്ട് നമ്മൾ അതിനെ വരയ്ക്കുന്നു. അതാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ. ഇനി ഒബ്ലിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇത് രണ്ടും കണ്ടോ, കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. ഒബ്ലിക് പ്രൊജക്ഷനിൽ ദിസ് ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻ ഹാസ് 3 phases at parallel to the horizontal plane, parallel to the vertical plane and C at 45 degree to the horizontal plane, as shown in figure. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു സർഫസുകൾ ഒന്ന് ഹൊറിസോണ്ടൽ പ്ലെയിനായിട്ട് ഇത് കൃത്യമായിട്ട് നീളവും വീതിയും അതേപോലെ തന്നെ കാണുന്നു. മറ്റ് ഘനം അല്ലെങ്കിൽ ഇത് സൈഡ് ഒരു 45 ഡിഗ്രിയിൽ ചെരിച്ചിട്ട് വരച്ചിരിക്കുന്നു. അതായത് ഒരു വശം കൃത്യമായിട്ട്. ഇപ്പോൾ ഈ വസ്തു ഇങ്ങനെ നേരെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചതുരമായിട്ട് തന്നെ കാണും എന്ന് പറഞ്ഞ പോലെ ഇത് നേരെ വെച്ചിട്ട് ഇങ്ങനെ ചെരിച്ച് നോക്കുന്ന ഈ രീതിയിൽ വരയ്ക്കുന്നതിനെയാണ് ഒബ്ലിക്ക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ നമ്മൾ ഒറ്റ പോയിന്റിൽ നിന്ന് കാണുന്നത് പോലെ വരയ്ക്കുന്നു. ഐസോമെട്രിക് പ്രൊജക്ഷൻ 3 സൈഡും ഒരുപോലെ നമ്മുടെ കണ്ണിന് ദൃശ്യമാകുന്ന രീതിയിൽ വെച്ചിട്ട് വരയ്ക്കുന്നു. ഈ ഒബ്ലിക് പ്രൊജക്ഷനിൽ ഒരു വശം മുഴുവനായിട്ട് കാണുന്നത് പോലെ മറ്റ് സൈഡ് അല്ലെങ്കിൽ ഡെപ്ത് എന്ന് പറയുന്നത് ആ സൈഡ് നമ്മൾ സ്വല്പം 45 ഡിഗ്രി ചെരിച്ചിട്ട് വരയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലാണ് ഏത് പ്രൊജക്ഷൻ? പിക്ചോറിയൽ പ്രൊജക്ഷൻ 3 തരത്തിലാണ്: പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ, ഐസോമെട്രിക് പ്രൊജക്ഷൻ, ഒബ്ലിക്ക് പ്രൊജക്ഷൻ. നമ്മുടെ പ്രധാനം ഇതല്ല, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനാണ് നമ്മൾ കൂടുതൽ വരയ്ക്കാനായിട്ടിരിക്കുന്നത്. പിക്ചോറിയൽ പ്രൊജക്ഷൻ വേണം. അതിൽ തന്നെ ഐസോമെട്രിക് പ്രൊജക്ഷനാണ് കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കാറ്. പിക്ചോറിയൽ പ്രൊജക്ഷന് കൂടുതലായിട്ട് ഉപയോഗിക്കാറ് ഐസോമെട്രിക് പ്രൊജക്ഷനാണ്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും തേർഡ് ആംഗിൾ പ്രൊജക്ഷനും ഉപയോഗിക്കാറുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഈ പിക്ചോറിയൽ പ്രൊജക്ഷന് എങ്ങനെയാണ് നമ്മൾ ഏതാണ് കൂടുതൽ ഉപയോഗിക്കുക? കൂടുതൽ ഈ ഐസോമെട്രിക് പ്രൊജക്ഷനാണ്. 2 സൈഡുകൾ 30 ഡിഗ്രി ചെരിവ്, അതിൻ്റെ വെർട്ടിക്കൽ ലൈന് കൃത്യം ലംബമായിട്ട് വരച്ചിരിക്കുന്നു. ഇവിടെ 3 തരം ലൈനുകളാണുള്ളത്. ഒന്ന് ഹൊറിസോണ്ടൽ പ്ലെയിന്, വെർട്ടിക്കൽ പ്ലെയിന്, ഇതുപോലെ
ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സർഫസുകൾ, അത് എല്ലാം 30 ഡിഗ്രിയിൽ ഇൻക്ലൈൻഡ് ആയിരിക്കും. ഇൻക്ലൈൻഡ് ലൈനുകളെല്ലാം ഈ സൈഡ് 30 ഡിഗ്രി ആണെങ്കിൽ ഇതും 30 ഡിഗ്രിയിലായിരിക്കും, ഈ ലംബവുമായിട്ട് 30 ഡിഗ്രിയിലായിരിക്കും ചെരുവ്. ഈ ലൈനും അതെ, വലത്തേക്കുള്ള ഈ ലൈനുകളും 30 ഡിഗ്രിയിലായിരിക്കും. പിന്നെ ഉള്ളത് വെർട്ടിക്കൽ ലൈനും. ഓക്കെ, അപ്പോൾ ഈ 2 തരം പ്രൊജക്ഷൻസ്, 3 തരം പിക്ചോറിയൽ വ്യൂ, 3 തരം, അത് നമ്മൾ പഠിച്ചു. ഇനി ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. Projections parallel to each other and also perpendicular to the planes of projection, then the projection is called orthographic projection. ആ പ്രൊജക്റ്റ് ചെയ്യുന്ന പ്ലെയിനിന് പ്രൊജക്ഷൻസ് പാരലൽ ടു ഈച്ച് അതർ, ഓരോ പ്രൊജക്ഷനുകളും പരസ്പരം പാരലായിരിക്കും. ആ പ്രൊജക്റ്റ് ചെയ്യുന്ന പ്ലെയിനിന് ലംബമായിരിക്കും. അത്തരം പ്രൊജക്ഷനെയാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇൻ അതർ ടൈം, വെൻ സ്ട്രെയിറ്റ് ലൈൻസ് പ്രൊജക്റ്റഡ് ഫ്രം ദി എഡ്ജ് ഓഫ് ആൻ ഓബ്ജക്റ്റ് ഓൺ എ പ്രൊജക്ഷൻ പ്ലെയിൻ in such a way that the lines are parallel to each other and also are perpendicular to the projection plane. The projection so formed is called orthographic projection. ഇത്രയും ഓർത്താൽ മതി. Another time, when straight lines projected from edge of an object, ഒരു ഓബ്ജക്റ്റിൻ്റെ എഡ്ജിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈനുകൾ പ്രൊജക്റ്റ് ചെയ്യുന്നു, അത് പരസ്പരം പാരലായിരിക്കുകയും ആ പ്രൊജക്ഷൻ പ്ലെയിനിൽ ലംബമായിരിക്കുകയും ചെയ്യും. ചിത്രം കാണിക്കാം, അപ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ടെക്നിക്കൽ ടേമുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓബ്ജക്റ്റ്, ഏത് വസ്തുവിൻ്റെ ആണോ നമ്മൾ ചിത്രം വരയ്ക്കേണ്ടത്, പ്രൊജക്ഷൻ വരയ്ക്കേണ്ടത്, അതിന് ഓബ്ജക്റ്റ് എന്ന് പറയും. ഓബ്ജക്റ്റ് ഈസ് ദ ആക്ച്വൽ ഐറ്റം ഹൂസ് പ്രൊജക്ഷൻ സ്കെച്ച് ഈസ് ടു ബി ഡ്രോൺ. പ്രൊജക്ഷൻ ലൈൻസ്, ഇമേജിനറി ലൈൻസ് വിച്ച് എമിറ്റ്സ് ഫ്രം ഓബ്ജക്റ്റ് ആൻഡ് മീറ്റ് ദ പോയിന്റ് ഓഫ് പ്ലെയിൻ. ആ ഓബ്ജക്റ്റിൽ നിന്ന് പുറപ്പെട്ട് പ്രൊജക്ഷൻ പ്ലെയിനിൽ മീറ്റ് ചെയ്യുന്ന ഇമേജിനറി ലൈനിനെയാണ് പ്രൊജക്ഷൻ ലൈൻ എന്ന് പറയുന്നത്. പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ, ദ പ്ലെയിൻ ഓൺ വിച്ച് ദി പ്രൊജക്ഷൻ എക്സെട്ര പ്രൊജക്ഷൻ ദാറ്റ് ഈസ് എലിവേഷൻ, സൈഡ് ഓർ പ്ലാൻ ആർ ഡ്രോൺ ഈസ് കോൾഡ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്ക്രീൻ. ആ ചിത്രം വരയ്ക്കുന്ന പ്രതലത്തിനെയാണ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇമേജ് പതിയുന്ന പ്രതലത്തിനെയാണ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. Orthographic view. In perspective view, different views of an object are drawn to know the shape and size. In this type of projection, 2 planes are used which is intersect at right angle to each other. Plane parallel to horizontal axis called horizontal plane HP, and plane parallel to vertical axis called vertical plane VP. The line intersecting 2 planes is called the intersecting line or ground line. It is known as XY or GL. The plane parallel to the horizontal plane and vertical plane is called additional vertical plane. അത് ഇവിടെ കാണിച്ചു തരാം. നമ്മുടെ സ്പേസിനെ നമ്മൾ രണ്ടായിട്ട് അല്ലെ 2 പ്ലെയിൻ ഉപയോഗിച്ച് ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോലെ പരസ്പരം ലംബമായിട്ട് 2 പ്ലെയിനുകളെ വരച്ചാൽ ഇതിന് ഹൊറിസോണ്ടലായിട്ടുള്ള ഭൂമിയുടെ പ്രതലത്തിന് ഹൊറിസോണ്ടലായിട്ടുള്ള ഈ പ്ലെയിനിനെ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്നും അതിന് ലംബമായിട്ടുള്ള ഇതിനെ ലംബമായിട്ടുള്ള ഈ പ്രതലത്തെ വെർട്ടിക്കൽ പ്ലെയിൻ എന്നും പറയും. അതുകൂടാതെ ഇത് രണ്ടിനും ലംബമായിട്ട് ഒരു പ്ലെയിൻ ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഇതിൻ്റെ പുറകിൽ മനസ്സിലാവുന്നുണ്ടോ, ഈ 2 പ്ലെയിനുകളുടെയും പുറകിൽ ഒരു പേപ്പർ, ഒരു പ്രതലം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനാണ് ആക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ ഓർ പ്രൊഫൈൽ പ്ലെയിന് എന്നൊക്കെ പറയാറ്.
അപ്പോൾ നമ്മളിപ്പോൾ എന്താ പഠിച്ചത്? ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്, പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ അതിൻ്റെ ലംബമായിട്ട്, ഓർത്തോഗ്രാഫിക് മീൻസ് പെർപെൻഡിക്കുലർ ടു ദി ഓബ്ജക്റ്റ്, ആ വസ്തുവിൻ്റെ സർഫസിനെ ലംബമായിട്ട് നോക്കുമ്പോൾ 90 ഡിഗ്രി 90 ഡിഗ്രി ലംബമായിട്ട് നോക്കുമ്പോൾ കാണുന്ന വ്യൂവിനെയാണ് ഓർത്തോഗ്രാഫിക് വ്യൂ അല്ലെങ്കിൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ ഇൻ ഡിഫറെൻറ്റ് പ്ലെയിൻസ്. In orthographic projection, two planes intersect each other at right angle. മുമ്പേ നമ്മൾ കണ്ടത്, that is 90 degree. The plane vertical to the base is called vertical plane and denoted by VP. The plane parallel to the base is called horizontal plane and it is denoted by HP, horizontal plane. Plane at right angle to the principal plane is called axillary vertical plane, AVP. Thus planes are shown as HP, VP, figure 8.5. Vertical plane, horizontal plane. Okay. When the planes of projections are extended beyond the lines of intersection, they formed 4 quadrants for dihedral angles which can be numbered as shown in figure 8.5. The object can be placed in any one of 4 quadrants, but it will be either HP or VP, that is above or below horizontal plane or in front or behind vertical plane. Front or behind vertical plane. The planes are assumed to transparent. Object is placed in the planes and projections can be obtained by drawing perpendicular from the object to the plane. In other words, projection can be obtained by looking from the front and top of the object within a plane. It must be noted that the reference line will be changed according to the quadrant in which the object is situated. Okay, ഞാൻ വിശദമായിട്ട് പറയാം. അപ്പോൾ ഈ വെർട്ടിക്കൽ ലൈനിനെയും ഹൊറിസോണ്ടൽ ലൈനിനെയും നമ്മൾ പുറകോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2, 3, 4 ക്വാഡ്രന്റുകൾ, 4 ആ സ്പേസിനെ നമ്മൾ 4ആയിട്ട് വിഭജിച്ചിരിക്കുന്നു. ഈ സൈഡിൽ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ പ്ലെയിനിന് മുകളിലും വെർട്ടിക്കൽ പ്ലെയിനിന് വലതുവശത്തുമായിട്ടുള്ള ഈ ക്വാഡ്രന്റിനെ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്നും, അവിടെ നിന്ന് ഇടത്തോട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ നോക്കിയാൽ ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് എന്നും, ഇത് തേർഡ് ക്വാഡ്രന്റ് എന്നും, ഇത് ഫോർത്ത് ക്വാഡ്രന്റ് എന്നും പറയും. ഇതുകൊണ്ട് വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഈ ഫസ്റ്റ് ആംഗിൾ നമ്മളിവിടെ ഏതെങ്കിലും ഒരു ക്വാഡ്രന്റിലാണ് നമ്മൾ ഓബ്ജക്റ്റ് വെക്കുക, വസ്തുവിനെ വെക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് നമ്മൾ ഈ പ്രതലത്തിലാണ് പതിയുക. അതായത് റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലാണ് ഓബ്ജക്റ്റിൻ്റെ ഇമേജ് പതിയുക. മുകളിൽ നിന്ന് ടോപ്പിൽ നോക്കുമ്പോൾ ഈ താഴെയാണ് ഇമേജ് പതിയുക. ഒരു വസ്തു ഇവിടെ വെച്ചിട്ട് നമ്മൾ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വസ്തു നമ്മൾ അതിനെ പ്രൊജക്റ്റ് ചെയ്താൽ ഇതിൻ്റെ ഇമേജ് പതിയുക ഈ താഴത്തെ ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. അപ്പോൾ ആ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂവിൻ്റെ താഴെയാണ് വരിക. അപ്പോൾ അത് നമ്മൾ അടുത്തായിട്ട് ഞാൻ കൂടുതൽ വ്യക്തമായിട്ട് പറയാം. അപ്പോൾ ഇതാണ് 4 ക്വാഡ്രന്റുകൾ, അത്രയും മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് പ്രൊജക്ഷൻ. നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ ഓബ്ജക്റ്റിൽ നിന്നും നമ്മൾ ഓരോ കോർണറിൽ നിന്നും പരസ്പരം പാരലായിട്ട് ലൈനുകൾ വരയ്ക്കുന്നു. ഇതാണ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ഈ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിൽ വന്ന് ഇത് ടച്ച് ചെയ്യുന്നു. ആ ലൈനുകൾ എല്ലാം കൂടെ കൂട്ടി, ആ പോയിന്റുകളെല്ലാം കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ഓബ്ജക്റ്റിൻ്റെ ഈ ഫ്രണ്ടിൽ നിന്നുള്ള ആ വ്യൂ കിട്ടും. നമ്മൾ ഒബ്സർവർ ഇവിടുന്ന് നോക്കുമ്പം ഈ പ്ലെയിൻ ഇവിടെ വെച്ചിരിക്കുന്നു, അവിടെ എന്താണ് പതിയുന്നത്, അവിടെ ഒരു ഇമേജ് പതിയുന്നു. അത് നമ്മൾ നേരെ വരച്ച് കഴിയുമ്പോൾ ഇതാണ് പ്രൊജക്ഷൻ. ഇതാണ് പ്രൊജക്ഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ്. മനസ്സിലായില്ലേ?
ഇതാണ് ഓബ്ജക്റ്റ്. ഇത് പ്രൊജക്ഷൻ ലൈൻ അല്ലെങ്കിൽ പ്രൊജക്ഷൻസ് ഈ ലൈന്. ഇത് ഓബ്ജക്റ്റ് അതേ ഇങ്ങോട്ട് ഇമേജിനറി ആയിട്ട് വരച്ചിരിക്കുന്ന ലൈൻ, അല്ലാണ്ട് ഇതൊരു കട്ടയല്ല കേട്ടോ, ഇത് ഒറ്റ പീസല്ല, മനസ്സിലാക്കുക. ഇത്രയാണ് ഓബ്ജക്റ്റ്. അതിൽ നിന്ന് ഇങ്ങനെ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ലൈനുകൾ, പ്രൊജക്ഷൻ ലൈനുകൾ ഈ ട്രാൻസ്പെയറൻറ്റ് പ്ലെയിനിൽ വന്ന് പതിക്കുന്നു. ആ പോയിന്റുകൾ അവിടെയാണ് അതിൻ്റെ ഇമേജ് പതിയുന്നത്. ആ ഇമേജ് പതിയുന്നത് ഇവിടുന്ന് നമ്മൾ നോക്കുമ്പം, നേരെ ഇങ്ങനെ നോക്കുമ്പം നമ്മൾ ഇതിങ്ങനെയാണ് കാണുക. കൃത്യം ലംബമായിട്ടാണ് നോക്കുക, പ്രതലത്തിന് ലംബമായിട്ട് നോക്കുക. ആ കണ്ണ് പടം കണ്ടില്ലേ? ഓഹോ, നല്ല മഴ. അപ്പോൾ ഇതാണ് പ്രൊജക്ഷൻ ഡ്രോയിങ് എന്ന് പറയുന്നത്. ഇനി വേറൊന്ന്, ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. ഇതിൻ്റെ ഈ വസ്തുവിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നോക്കുക. ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കുമ്പം ട്രാൻസ്പെറൻറ്റ് പ്ലെയിന് മുകളിൽ വെക്കുന്നു, അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ മുകളിൽ വെക്കുന്നു. അപ്പോൾ ഈ മുകളിൽ നോക്കുമ്പോൾ ഈ ലൈനുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ പോയിന്റിൽ നിന്ന്, ഇൻ്റർസെക്റ്റിംഗ് പോയിന്റിൽ നിന്നും ഓരോ ലൈന് മുകളിലേക്ക് വരച്ചിരിക്കുന്നു. അത് വന്ന് മുകളിലത്തെ ഈ പ്രൊജക്ഷൻ പ്ലെയിനിൽ കൂട്ടിമുട്ടുമ്പോൾ നമ്മൾ ഈ മുകൾ ഭാഗം മാത്രമേ കാണുള്ളൂ. അതാണ് ഈ ടോപ്പ് വ്യൂ, മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഇവിടെ. ഇതാണ് ഇതിൻ്റെ പ്രൊജക്ഷൻ. ഇതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്ന, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓർത്തോഗ്രാഫിക്, ഈ പ്രതലത്തിന് ലംബമായിട്ടാണ് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രൊജക്ഷൻ ലൈന് ഏത് സർഫസ് ആണോ നോക്കുന്നത് അതിന് ലംബമായിട്ടാണ്. അതുകൊണ്ടാണ് ഇതിന് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുക. അപ്പോൾ പ്രൊജക്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. അപ്പോൾ നമ്മൾ പഠിച്ചു ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ് ഏതാണെന്ന് പഠിച്ചു. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്, 4 ക്വാഡ്രന്റുകളുണ്ട്. അത് നമ്മൾ പഠിച്ചു. എന്താണ് പ്രൊജക്ഷൻ എന്ന് പഠിച്ചു. ഇനി കൈൻഡ്സ് ഓഫ് പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിൻ, ആക്സിലറി പ്ലെയിൻ. ഇതാണ് പിന്നെ ഈ മുമ്പത്തെ ഈ ചിത്രത്തിൻ്റെ ഈ ഒരു ഭാഗം മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. ഈ ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് ബാക്കിയുള്ള ഭാഗം 4/1 ഭാഗം എടുത്തു കഴിഞ്ഞാൽ, ഇനി ഈ 3 പ്ലെയിനുകൾ അല്ലെങ്കിൽ ഈ ഒരു ക്വാഡ്രന്റ് മാത്രമായിട്ട് എടുത്തിട്ട് ഇവിടെ വരച്ചിരിക്കുകയാണ്. അതായത് ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം നമ്മൾ എടുത്തിട്ട് വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മധ്യത്തിൽ നമ്മൾ ആ ഓബ്ജക്റ്റ് വസ്തുവിനെ വെച്ചു. അപ്പോൾ അതിൻ്റെ ഈ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇത് ഇവിടെ പതിയുന്നു, സൈഡിൽ നിന്നുള്ള വ്യൂ ഇവിടെ പതിയുന്നു, മുകളിൽ നിന്നുള്ള വ്യൂ താഴെ പതിയുന്നു. നമ്മൾ ഈ മൂല ഇങ്ങനെ മുറിച്ചിട്ട് ഇതിലെ ഒരു ലൈൻ ഉണ്ടാവണം. ഇത് മുറിച്ചിട്ട് ഇത് എലിവേഷൻ, ഈ ഭാഗം പ്ലാന് ഇത് താഴേക്ക് ആക്കുന്നു, ഇത് ഇങ്ങോട്ടും തുറക്കുന്നു. ഇതൊരു ചതുരപ്പെട്ടിയാണ് അല്ലേ? ഒരു ചതുരപ്പെട്ടി, ഒരു 3 ഇതിൻ്റെ വശങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. എലിവേഷൻ, ഓരോ പ്രൊജക്ഷൻ പ്ലെയിനുകൾ, ഇതിൻ്റെ ഓരോ സർഫസുകൾ ഇത് പ്രൊജക്ഷൻ പ്ലെയിനുകളാക്കി എടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ഫ്രണ്ടിൽ നോക്കുമ്പോഴുള്ള ഈ പ്രൊജക്ഷൻ ഈ പ്ലെയിനിൽ, വെർട്ടിക്കൽ പ്ലെയിനിൽ ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ പ്ലാന്, ഹൊറിസോണ്ടൽ പ്ലെയിന്, ഇത് ആക്സിലറി പ്ലെയിനിൽ എലിവേഷൻ. ഇത് ഇങ്ങോട്ട് നിവർത്തു, ഇത് താഴേക്ക് നിവർത്തു. അപ്പോൾ എലിവേഷൻ്റെ താഴെ പ്ലാന്, ഇത് സൈഡ് വ്യൂ. ഇടത്ത് സൈഡിൽ നിന്നുള്ള നോക്കുമ്പോൾ, ഇവിടുന്ന് നോക്കുമ്പോൾ ഉള്ള പ്രൊജക്ഷൻ ഇവിടെയാണ്. മുമ്പിൽ നിന്നുള്ള നോക്കുമ്പോൾ ഇവിടെ വരുന്നു. മുകളിൽ നിന്നുള്ള നോക്കുമ്പോൾ പ്രൊജക്ഷൻ താഴെയാണ്. അപ്പം അത് ആ ഓർഡറിൽ വരച്ചതാണ്. ഇതിനെ ഇങ്ങോട്ട് മാറ്റിയ ഓർഡറിൽ ആ വ്യൂകൾ മാത്രം എടുത്ത് വരച്ചതാണ് ഈ വലതുവശത്ത് കാണുന്നത്. ഇതാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. അതായത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ താഴെ വരയ്ക്കുന്നു, ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ റൈറ്റ് സൈഡിൽ വരുന്നു, ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആദ്യം വരയ്ക്കുന്നു. എലിവേഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂ ആണ്. പ്ലാൻ എന്ന് പറയുന്നത് ടോപ്പ് വ്യൂ ആണ്. എലിവേഷൻ ഓർ ഫ്രണ്ട് വ്യൂ, പ്ലാൻ ഓർ ടോപ്പ് വ്യൂ. ഇത് സൈഡ് വ്യൂ ഓർ സൈഡ് എലിവേഷൻ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡിൽ വരയ്ക്കുന്നു ഫ്രണ്ടിൻ്റെ,
ടോപ്പ് വ്യൂ താഴെ വരയ്ക്കുന്നു. ഇതാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഓബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഒന്നാമത്തെ ക്വാഡ്രൻറ്റിലാണ് വെക്കുന്നത്. ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഒരു വസ്തു വെക്കുന്നു, എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്നും സൈഡിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും നോക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇമേജ് എവിടെ പതിയുന്നു അതിനനുസരിച്ച് വരയ്ക്കുന്നതാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. അപ്പോൾ ഇൻ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഓബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് in front of vertical plane and above the horizontal plane. The object is projected on these planes. This type of method of projecting an object is called first angle projection. The object is in between the observer and the plane of projection. Plane of projection observer നമ്മൾ നോക്കുന്ന ആളുടെ ഇടയ്ക്കാണ് ഓബ്ജക്റ്റ് ഇരിക്കുന്നത്. In this type of projection, when views are drawn in their relative positions, the plane or top view comes below front view. Plan front view ന്റെ താഴെ വരുന്നു. The view seen from above is placed on the other side of the front view. അതായത് മുകളിൽ നോക്കുന്നത് മറ്റേ എതിർവശത്താണ് വരയ്ക്കുന്നത്. ടേക്കിംഗ് ഫ്രണ്ട് എലിവേഷൻ ആസ് റെഫറൻസ്, അതർ വ്യൂസ് ആർ ഡ്രോൺ ആൻഡ് പ്ലേസ്ഡ് ആസ് അണ്ടർ. ഫ്രണ്ട് വ്യൂവിനെ ആധാരമാക്കി നമ്മൾ താഴെ പറയുന്ന രീതിയിലാണ് വ്യൂകൾ അറേഞ്ച് ചെയ്യുന്നത്. ഇഫ് വ്യൂഡ് ഫ്രം ബോട്ടം, ദ പ്ലെയിൻ ഓർ ടോപ്പ് ഈസ് ഡ്രോൺ അറ്റ് ടോപ്പ്. താഴെ നോക്കിയാൽ അതിൻ്റെ വ്യൂ താഴെ നോക്കിയാൽ അതിൻ്റെ വ്യൂ മുകളിൽ വരയ്ക്കും. ഇഫ് വ്യൂഡ് ഫ്രം ടോപ്പ്, ദ പ്ലാൻ ഓർ ടോപ്പ് ഈസ് ഡ്രോൺ അറ്റ് ബോട്ടം. മുകളിൽ നിന്നുള്ള വ്യൂ പ്ലാന് താഴെ വരയ്ക്കുന്നു. മുകളിൽ നോക്കുമ്പം അതിൻ്റെ താഴെ വരയ്ക്കുന്നു. വ്യൂഡ് ഫ്രം ലെഫ്റ്റ് സൈഡ് വ്യൂ ഈസ് ഡ്രോൺ അറ്റ് ദ റൈറ്റ് സൈഡ് ഓഫ് എലിവേഷൻ. ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ റൈറ്റ് സൈഡിൽ വരയ്ക്കുന്നു. Viewed from right side view is drawn at the left of elevation. റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വ്യൂ ലെഫ്റ്റിലാണ് വരയ്ക്കുന്നത്. നമ്മൾ റൈറ്റ് സൈഡ് വ്യൂവും ബോട്ടം വ്യൂവും ഒന്നും നമ്മൾ വരയ്ക്കാറില്ല. ഫ്രണ്ട്, ടോപ്പ്, സൈഡ്. അത് സൈഡ് ചിലപ്പോൾ ലെഫ്റ്റ് സൈഡ് വ്യൂ ആവാം, റൈറ്റ് സൈഡ് വ്യൂ ആവാം, ഏതായാലും വരയ്ക്കുക. 3 വ്യൂകളെ സാധാരണ വരയ്ക്കാറുള്ളൂ: ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആൻഡ് സൈഡ് വ്യൂ. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഇത്രയേ ഓർക്കേണ്ടേ ഉള്ളൂ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ടോപ്പ് വ്യൂ വരച്ചാൽ താഴെ വരയ്ക്കും, ലെഫ്റ്റ് സൈഡ് വ്യൂ വരച്ചാൽ റൈറ്റ് സൈഡിൽ വരയ്ക്കും. ഫ്രണ്ട് വ്യൂ ആദ്യം വരയ്ക്കാം. ഫ്രണ്ട് വ്യൂവിൻ്റെ താഴെയാണ് ടോപ്പ് വ്യൂ. ലെഫ്റ്റ് സൈഡ് വ്യൂ ആണെങ്കിൽ റൈറ്റ് സൈഡിലായിരിക്കും, റൈറ്റ് സൈഡ് വ്യൂ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് വ്യൂ ആയിരിക്കും. അതായത് നേരെ തലതിരിഞ്ഞ് വരയ്ക്കുന്നു. അതാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ഇത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ് എന്ന് കാണിക്കാനുള്ള സിമ്പലാണ്. നിങ്ങളിത് വരച്ചിട്ടുണ്ടാവും. അതായത് ഇതൊരു സിലിണ്ടറിക്കൽ, ഒരു ടേപ്പർ സിലിണ്ടറാണ്. സിലിണ്ടറല്ല, ടേപ്പേർഡ് ഫ്രസ്റ്റം ഓഫ് കോൺ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇവിടുന്ന് നോക്കുന്ന വ്യൂ, ഇവിടെ നോക്കുമ്പോൾ ഉള്ളിലൊരു ചെറിയ വൃത്തവും പുറമേ ഒരു വലിയ, ഇതൊരു സിലിണ്ടറിക്കൽ 3 ഡയമെൻഷണൽ ഓബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ചെറിയൊരു വൃത്തം, അതിൻ്റെ മുകളിൽ വലിയൊരു വൃത്തം, ഇങ്ങനെയാണ് കാണുക. അപ്പോൾ ഇവിടുന്ന് കാണുന്ന ആ വ്യൂവ് ലെഫ്റ്റ് സൈഡിൽ വരച്ചിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ കോമൺ സിമ്പൽ. എവിടെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണെങ്കിൽ ഈ സിമ്പൽ വരയ്ക്കണം. അതായത് ഈ വീതി കൂടിയ ഈ ഭാഗത്തിൻ്റെ ഡയമീറ്റർ ആണ്, അല്ലെങ്കിൽ ഈ അളവാണ് ഈ വലിയ വൃത്തത്തിൻ്റെ ഡയമീറ്റർ. ഈ വീതി കുറഞ്ഞ ഈ ഭാഗത്തിൻ്റെ ഡയമീറ്ററാണ് ഈ ചെറിയ ഉള്ളിലത്തെ ഡയമീറ്റർ. അല്ലാണ്ട് ഇവിടെ ചുമ്മാ 2 വട്ടവും നിങ്ങൾ വരച്ചപ്പോൾ ഒന്നും ശ്രദ്ധിക്കാതെ വരച്ചിട്ടുണ്ട്. അതായത് ഒരു മിനിറ്റ്, ഓക്കെ. ഈ ചെറിയ സൈഡിൻ്റെ ഡയമീറ്ററാണ് ഈ ചെറിയ വൃത്തത്തിൻ്റെ ഡയമീറ്റർ. ഈ വലിയ സൈഡിൻ്റെ വണ്ണം കൂടി അല്ലെങ്കിൽ ഡയമീറ്റർ കൂടിയ ഈ ഭാഗത്തിൻ്റെ ഈ അളവ് തന്നെയാണ് ഇതിൻ്റെ ഔട്ടർ ഡയമീറ്റർ. അങ്ങനെ 2 വൃത്തം വരയ്ക്കുന്നു. അത് എവിടെ വരയ്ക്കുന്നു? ഈ വലിയ സൈഡിൽ വരയ്ക്കുന്നു. അതായത് ഇവിടെ നിന്നുള്ള വ്യൂ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കുന്നു. ഇതാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെ സിമ്പല്.
ഇതിൻ്റെ നീളമൊന്നും അത്ര പ്രാധാന്യമില്ല എങ്കിൽ പോലും തീരെ ചെറുതാക്കുകയോ ഒത്തിരി വലുതാക്കുകയും വേണ്ട. ഈ തമ്മിലൊരു ചെറിയ അകലവും വെച്ചിട്ട് ഈ സിമ്പല് ഓർത്തിരിക്കുക. ഇതാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ഇനി നമ്മൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിലോ, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ടേക്കിംഗ് ഫ്രണ്ട് വ്യൂ ആസ് റെഫറൻസ് വ്യൂ. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ in third angle projection other views are drawn as follows. When viewed from top, plane is drawn at top. മുകളിൽ നോക്കുമ്പോൾ പ്ലാനാണ് ഇവിടെ വരുന്നത്, പ്ലെയിൻ അല്ല. പ്ലാൻ ഈസ് ഡ്രോൺ അറ്റ് ടോപ്പ്, മുകളിൽ വരയ്ക്കുന്നു. ടോപ്പിൽ നോക്കുന്ന വ്യൂ ടോപ്പിൽ വരയ്ക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ നോക്കുന്ന വ്യൂ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കുന്നു. റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഇത് വരയ്ക്കുന്നു. അത്രയേ ഉള്ളൂ. When viewed from top, plane is drawn top. When viewed from bottom, plane is drawn at bottom. When viewed from left, the object side view is made left side of elevation. When the viewed from right of object, side view made to the right of elevation. അതായത് മുകളിൽ നോക്കുമ്പം ആ വ്യൂ മുകളിൽ വരയ്ക്കുന്നു. താഴെ നോക്കുമ്പോൾ ആ വ്യൂ ഫ്രണ്ട് വ്യൂവിൻ്റെ താഴെ വരയ്ക്കുന്നു. വിത്ത് റെഫറൻസ് എലിവേഷൻ, ആ ഫ്രണ്ട് വ്യൂവിന് ആധാരമാക്കിയാണ്. ഫ്രണ്ട് വ്യൂവിൻ്റെ പിന്നെ ലെഫ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കുന്നു. റൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ വരയ്ക്കും. ഇതാണ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ്റെ വ്യത്യാസം, പ്രത്യേകത. അത് ഇതിൻ്റെ സിമ്പലാണ് കണ്ടോ. ഇവിടെ മുമ്പേ ഇവിടെ വലിയ സൈഡായിരുന്നു, ഇവിടെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെ സിമ്പിൾ വലിയ സൈഡായിരുന്നു, ഇവിടെ ഇങ്ങോട്ട് ചെറുതായിട്ട് വരുന്നു. ഇതിവിടെ ഈ വൃത്തം ആദ്യം വരച്ചു, അതിൻ്റെ ചെറിയ സൈഡ് ഇവിടെ, വലിയ സൈഡ് ഇവിടെ. അതായത് ലെഫ്റ്റ് ഈ സിലിണ്ടറിൻ്റെ ഇടത്തുനിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂവ് ഇടത്തുവശത്ത് തന്നെ വരച്ചിരിക്കുന്നു. ഇത് രണ്ടും നമ്മൾ നേരിട്ട് കാണണമെങ്കിൽ ഇവിടുന്ന് നോക്കാം. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ വലിയൊരു വൃത്തം മാത്രമല്ലേ നമ്മൾ കാണുള്ളൂ ഇവിടുന്ന് നോക്കുമ്പോൾ. അപ്പോൾ ആ വ്യൂ അല്ല ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഇതൊരു തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണെന്ന് മനസ്സിലാക്കാം. ഈ സിമ്പിൾ വരച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ഫോർ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. ഇതിൻ്റെ ഈ വലിയ സൈഡിൻ്റെ അല്ലെങ്കിൽ വണ്ണം കൂടിയ സൈഡിൻ്റെ ഡയമീറ്ററാണ് ഔട്ടർ ഡയമീറ്റർ. ഈ വണ്ണം കുറഞ്ഞ സൈഡിൻ്റെ ഡയമീറ്ററാണ് ഇന്നർ ഡയമീറ്റർ, ഈ സ്മോൾ സർക്കിളിൻ്റെ ഡയമീറ്റർ. അല്ലാതെ യാതൊരു താരതമ്യമില്ലാതെ ഇവിടെ വലിയൊരു സർക്കിളും ഇവിടെ ഒരു ആപ്പ് പോലെയൊക്കെ വരച്ച് വെക്കരുത്. ഇതാണ് ഈ സൈഡ് എത്രയാണോ അതാണ് ഈ പുറത്തെ വൃത്തം, ഈ സൈഡ് എത്രയാണോ അതാണ് അകത്തെ വൃത്തം. ഈ സൈഡിൻ്റെ പകുതി റേഡിയസ് ആയിട്ട് എടുത്ത് വൃത്തം വരയ്ക്കുക, ഈ സൈഡിൻ്റെ പകുതി റേഡിയസ് ആയിട്ട് എടുത്ത് വൃത്തം വരയ്ക്കുക. പിന്നെ സെൻട്രൽ ലൈൻ ഇങ്ങനെയാണ്, വെറുതെ ക്രോസ് ലൈൻ അല്ല, സെൻട്രൽ ലൈൻ വരയ്ക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ലൈൻസൊക്കെ പഠിച്ചതാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈൻസ്. ഇത് ഡാഷ്ഡ് ചെയിൻ, ഒരു വലിയ ലൈന് ഒരു ചെറിയ ഡാഷ്, ഒരു വലിയ ഡാഷ് ഒരു ചെറിയ ഡാഷ്. അതാണ് സെൻട്രൽ ലൈനിൻ്റെ പ്രത്യേകത. അതുപോലെ വേണം സെൻട്രൽ ലൈൻ വരയ്ക്കാൻ. ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആൻഡ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും തേർഡ് ആംഗിൾ പ്രൊജക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. ദ ഒബ്ജക്റ്റ് ഈസ് കെപ്റ്റ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഒന്നാമത്തെ ക്വാഡ്രന്റിലാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ വെച്ചതായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുക. ഫസ്റ്റ് ക്വാഡ്രന്റ് ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആണ് ഓബ്ജക്റ്റ് വെക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, വെൻ വ്യൂസ് ആർ ഡ്രോൺ ഇൻ ദെയർ റിലേറ്റീവ് പൊസിഷൻ, ദാറ്റ് ഈസ് പ്ലെയിൻ കം below the elevation and view of the object observed from the left side is drawn at the right side of the elevation. അതായത് എല്ലാം ഓപ്പോസിറ്റ് സൈഡിൽ വരയ്ക്കുന്നു. ലെഫ്റ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡ് വരയ്ക്കുന്നു, ടോപ്പ് വ്യൂ താഴെ വരയ്ക്കുന്നു. പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഈസ് അസ്യൂംഡ് ടു ബി നോൺ ട്രാൻസ്പെറൻറ്റ്. ആ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആണെന്ന് കരുതുന്നില്ല. അതായത് ആ പ്രൊജക്ഷൻ ആ സർഫസിലാണ് ഇതിൻ്റെ പിന്നെ ഇമേജ് പോയി പതിക്കുന്നത്. ദിസ് മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ ഈസ് now recommended by Bureau of Indian Standard. ഈ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ് BIS റെക്കമെൻഡ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊജക്ഷൻ മെത്തേഡ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ്. ഇനി തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ, ദ ഓബ്ജക്റ്റ് ഈസ് കെപ്റ്റ് ഇൻ തേർഡ് ക്വാഡ്രന്റ്. When views are drawn in their relative position, that is plane comes above the elevation and view of the object is observed from left is drawn to the left of the elevation. ലെഫ്റ്റ് സൈഡ് വ്യൂ ലെഫ്റ്റിൽ നോക്കുന്ന വ്യൂ ലെഫ്റ്റ് സൈഡ് വരയ്ക്കുന്നു, ടോപ്പിൽ നോക്കുന്ന വ്യൂ ടോപ്പിൽ വരയ്ക്കുന്നു. പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ അസ്യൂംഡ് ടു ബി ട്രാൻസ്പെറൻറ്റ്. ആ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ട്രാൻസ്പെറൻറ്റ്, അതായത് ആ പ്ലെയിനിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ നോക്കുന്നത്.
ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇമേജ് ഇവിടെ പതിയും. എവിടെ? ഈ പ്ലെയിനിൽ പതിയും. മുകളിൽ നോക്കിയാൽ അതിൻ്റെ ഇമേജ് താഴത്തെ പ്രതലത്തിൽ പതിയും. അതിൻ്റെ ടോപ്പ് വ്യൂ താഴെ വരയ്ക്കുന്നു. ഇവിടെ തേർഡ് ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വസ്തു വെക്കുന്നത്. നമ്മൾ മുകളിൽ നോക്കിയാൽ അത് ഈ പ്ലെയിന് ട്രാൻസ്പെറൻ്റ് ആണെങ്കിലല്ലേ ഇതിൻ്റെ കൂടെ കടന്നുപോയി നമ്മൾ ഈ വസ്തു കാണുകയുള്ളൂ. അതുപോലെ റൈറ്റ് സൈഡ് വ്യൂ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിലൂടെ നമ്മുടെ കാഴ്ച കടന്നു പോയാൽ ഇവിടെ കാണുകയുള്ളൂ. അപ്പോൾ എന്നിട്ട് ഇതിൽ പതിയുന്നതായിട്ടാണ് കാണുക. അപ്പോൾ ഇത് ഈ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഞങ്ങൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ സങ്കല്പിക്കുന്നത്. Plane of projection assumed to be transparent in third angle projection. This method of projection is used in USA and other countries. ഇത് കൂടുതലായിട്ടും അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലാണ് കൂടുതൽ. ഇത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കൂടുതൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ്. തേർഡ് ആംഗിൾ പ്രൊജക്ഷനാണ് USA പോലെയുള്ള രാജ്യങ്ങളിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും നമ്മൾ പഠിക്കുന്നു. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ്. ഫസ്റ്റ് ക്വാഡ്രന്റ്. അതായത് ഈ തേർഡ് ആംഗിൾ ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇത് വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. അപ്പോൾ അത് തേർഡ് ക്വാഡ്രന്റിലാണ് ഈ വസ്തു വെക്കുന്നത്. ഫസ്റ്റ് ആംഗിൾ ആ ഭാഗം മാത്രം നമ്മളിങ്ങനെ എടുത്തു. കണ്ടോ? ഈ 3 പ്ലെയിനുകൾ മാത്രം നമ്മൾ ആ ഒരു മൂന്നിലൊന്ന് തേർഡ് ആംഗിൾ സിസ്റ്റം, ഫസ്റ്റ് ആംഗിൾ സിസ്റ്റം കണ്ടോ? ഫസ്റ്റ് ആംഗിൾ സിസ്റ്റത്തിൽ ആ ഫസ്റ്റ് ക്വാഡ്രൻറ്റിങ് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നു. ഇത് തേർഡ് ആംഗിൾ സിസ്റ്റത്തിൽ ആ തേർഡ് ക്വാഡ്രൻറ്റ് മാത്രമേ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നു. ഇവിടെ ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളിലത്തെ കാണുള്ളൂ. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ ഇത് കാണുള്ളൂ. ഇത് നമ്മൾ നേരിട്ട് ഫസ്റ്റ് ആംഗിളിൽ നേരിട്ട് കാണുകയാണ്. ശ്രദ്ധിച്ച് കാണുക. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ എങ്ങനെയാണ് ഈ ഫ്രണ്ട് വ്യൂ വന്നത്. ഇത് ഇവിടുന്ന് നോക്കുക. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പം ആ നോട്ടത്തിൻ്റെ ഈ ഓരോ പോയിന്റിൽ നിന്നുള്ള പ്രൊജക്ഷൻ ഇവിടെ വന്ന് പതിയുന്നു. കേട്ടോ? ഇത് തേർഡ് ആംഗിൾ സിസ്റ്റത്തിൽ ഇവിടുന്ന് നോക്കുന്നു. ആ പ്രതലത്തിന് മുമ്പിൽ നോക്കുന്നു. ആ വ്യൂ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് പതിയുന്നു. ഈ പ്രശ്നം ഇവിടെ പതിയും. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലെ സൈഡ് വ്യൂ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു പ്രതലം മാത്രമേ നമ്മൾ കാണുള്ളൂ. കണ്ടോ? പക്ഷേ ഇവിടെ ഇതാണ് വ്യത്യാസം. ഇവിടെ ഒരു കോർണർ ഉണ്ട് എന്ന് നമുക്കറിയാം. ഇവിടെ ഒരു മൂലയുണ്ടെന്ന്. പക്ഷേ അത് നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ നേരെ കാണില്ല. അതുകൊണ്ടാണ് അതിവിടെ ഡോട്ടഡ് ലൈൻ ഇട്ട് വരച്ചിരിക്കുന്നത്. ഓക്കെ. തേർഡ് ആംഗിൾ പൊസിഷനിൽ ഇങ്ങോട്ടാണ് പ്രൊജക്ഷൻ. ഇവിടുന്ന് നോക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ പുറകിൽ ഒരു ലൈൻ ഉണ്ടെന്ന് നമുക്കറിയാം. അത് ഡോട്ട് ലൈൻ ഉപയോഗിച്ച് വരച്ചിരിക്കുന്നു. ഇത് ടോപ്പ് വ്യൂ. മുകളിൽ നോക്കുന്നു. ഓരോ മൂലയിൽ നിന്നുള്ളത് ഈ സർഫസ്, പിന്നെ ഈ സർഫസ്, ഈ സർഫസ്. ഇത് ഈ സർഫസ് മാത്രമല്ല, ഈ നീല നിറം ഉപയോഗിച്ച് കണ്ട ഈ സർഫസുകൾ മാത്രമല്ലേ നമ്മൾ കാണുകയുള്ളൂ. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ അല്ലാണ്ട് ഈ സൈഡോ നമ്മൾ മുകളിൽ നിന്ന് നേരെ ലംബമായിട്ട് നോക്കിയാൽ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഹലോ? കാണുന്നുണ്ടോ? സ്ക്രീന് കാണുന്നില്ലേ? ആർക്കറിയാം, ചിലരൊക്കെ എവിടെയോ വെച്ചിട്ട് പോയി. അപ്പോൾ ഈ മുകളിൽ നിന്ന് കാണുന്ന ഈ സർഫസ് നമ്മൾ മുകളിൽ നോക്കുമ്പോൾ ആ പ്രതലത്തിന് കൃത്യം ലംബമായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. പിന്നെ അതുകൂടാതെ ഈ ഒരു ഭാഗവും അതാണ് താഴെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് കൺസെപ്റ്റ്. അത് നമ്മൾ മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ഇനി പ്രൊജക്ഷൻ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് വരച്ചു കഴിഞ്ഞാൽ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ പ്രൊജക്ഷൻ ഡ്രോയിങ് വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. കുറച്ച് ഐഡിയ പരമായിട്ടാണ് നമ്മളിത്
സങ്കല്പിച്ചിരിക്കുന്നത്. ഇത് ഈ ഭാഗം മുകളിലേക്ക് വരയ്ക്കുന്നു, ഈ സൈഡ് മുകളിലേക്ക് വരയ്ക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ 3 വ്യൂ ആയി, തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ 3 വ്യൂകളായി. ഇത് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ. ഇത് ഇവിടുന്ന് ഫ്രണ്ട് വ്യൂ, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, എലിവേഷൻ, പ്ലാന്, സൈഡ് വ്യൂ. ഇനി അതെങ്ങനെയാണ് അത് പ്രൊജക്ഷനാക്കി മാറ്റുന്നതെന്ന് കാണിക്കാം. ഇതുണ്ട്, ഇത് ഫോൾഡിംഗ് ലൈൻ. ഇതൊരു ക്യൂബ് പോലെയുള്ള ഒരു വസ്തുവാണല്ലോ, ഒരു ക്യൂബാണല്ലോ. ഈ ഫോൾഡിംഗ് ലൈനുകൾ, ഈ ചേർത്തിരിക്കുന്ന ഇത് പരസ്പരം ലംബമായിട്ടുള്ള സർഫസുകളാണ്. ഇത് ഹൊറിസോണ്ടൽ, ഇത് വെർട്ടിക്കൽ, ഇത് ആക്സിലറി പ്ലെയിൻ. ഈ 3 ലൈനുകളും പരസ്പരം ലംബമാണ്. അത് ലംബമായിട്ടുള്ള ആ പ്ലെയിനുകൾ യോജിക്കുന്ന ഈ എഡ്ജിനെ ഇവിടെ ഒരു കത്രിക വെച്ച് മുറിക്കുന്നു. ഇതിനെ അങ്ങ് നൂർത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും നൂർത്തു. ഈ ഫോൾഡിംഗ് ലൈന് കണ്ടിച്ചു, ഇതിനെ ഇങ്ങനെ നൂർത്തു, എന്നിട്ട് അതിന് നേരെ വെച്ചു. ഉണ്ടോ? ഇതാണ് ഫ്രണ്ടായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് വ്യൂ, ഇത് ടോപ്പ് വ്യൂ, ഇത് സൈഡ് വ്യൂ. ഇവിടെ ഫ്രണ്ടായിട്ടിരിക്കുന്നത് അത് തന്നെ, അതേ ഫ്രണ്ട് വ്യൂ തന്നെ. ഫ്രണ്ട് വ്യൂ തേർഡ് ആംഗിൾ സിസ്റ്റത്തിൽ ഇത് ഫ്രണ്ട് വ്യൂ, അതിൻ്റെ മുകളിൽ ടോപ്പ് വ്യൂ, അതിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ, റൈറ്റ് സൈഡിൽ. ഇവിടെ ഫ്രണ്ട് വ്യൂ, ഇത് ടോപ്പ് വ്യൂ താഴെ, റൈറ്റ് സൈഡ് വ്യൂ ലെഫ്റ്റ് സൈഡിൽ. അതിൻ്റെ സിമ്പൽ ഇതാ. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു ഏതാണ് പ്രൊജക്ഷൻ, പിന്നെ എന്താണ് പ്രൊജക്ഷൻ എന്നും ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും തേർഡ് ആംഗിൾ പ്രൊജക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വരച്ച് ഇനിയും കാണിക്കാത്ത കുറച്ച് പേരുണ്ട്, നിർബന്ധമായിട്ടും അത് വരച്ച് വെക്കുക. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മളിനി പ്രൊജക്ഷൻ വരയ്ക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ എക്സാമ്പിളിലൂടെ നമ്മൾ കുറച്ച് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചിത്രത്തിലേക്ക് പോകും. അപ്പോൾ ഓരോന്നോരോന്ന് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ ബേസിക് പഠിച്ചില്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ആ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ആ പ്രതലത്തിന് ലംബമായിട്ട് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്, അതൊരു ഇത്തിരി ഒന്ന് സങ്കല്പിച്ച് ഒരു മൈൻഡിൽ സങ്കല്പിച്ച് വരയ്ക്കണം. അതായത് നമുക്ക് പിക്ചോറിയൽ വ്യൂവിൽ കാണുന്നത് പോലെ എല്ലാ വശങ്ങളും ഓർത്തോഗ്രാഫിക് വ്യൂവിൽ ഒരു വ്യൂവിൽ കാണില്ല. പിക്ചോറിയൽ വ്യൂവിൽ നമ്മൾ ഒരൊറ്റ ചിത്രത്തിൽ വസ്തുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓർത്തോഗ്രാഫിക് വ്യൂവിൽ 2 or 3 വ്യൂകളിലൂടെ നമ്മളൊരു വസ്തുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. എന്തിനാണ് ഇതൊക്കെ വരയ്ക്കുന്നത്? നമുക്കൊരു ഒരു ഓബ്ജക്റ്റിനെ നമുക്ക് ഇത് ഇങ്ങനെയാണ് ഈ വസ്തു എന്ന് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു ടെക്നീഷ്യന് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർക്ക് ഒരു ടെക്നീഷ്യനോട് ഇങ്ങനെയാണ് ഒരു ഓബ്ജക്റ്റ് ഉണ്ടാക്കുന്നത് എന്ന് ഡ്രോയിങ് വരച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ വരച്ച് കാണിക്കുമ്പോൾ പിക്ചോറിയൽ വ്യൂവിൽ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കളിൽ എല്ലാ ഭാഗങ്ങളുടെയും ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ആ പിക്ചോറിയൽ വ്യൂവിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് പല വ്യൂകളായിട്ട് സൈഡിൽ നിന്ന് കണ്ടാൽ എങ്ങനെ, ഫ്രണ്ടിൽ നിന്ന് കണ്ടാൽ എങ്ങനെ, ടോപ്പിൽ നിന്ന് കണ്ടാൽ എങ്ങനെ, അങ്ങനെ പല വ്യൂകളായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കുന്നു. അതിനാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു ചതുരക്കട്ട മാത്രം വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ്. ഇത് നമുക്കിപ്പോൾ മനസ്സിലാവും, സിമ്പിളാണ്. പക്ഷേ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കളുടെ ഉള്ളിലെ ഹോളോ, ത്രെഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കട്ടിങ്, പുറകുവശത്ത് എന്തെങ്കിലും കട്ടിങ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഒരു പിക്ചോറിയൽ വ്യൂവിൽ, ഇങ്ങനെയുള്ള പിക്ചോറിയൽ വ്യൂ, ഇതിൻ്റെ വ്യൂ സൈഡിലുള്ളതല്ല, പിക്ചോറിയൽ വ്യൂവിൽ കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മൾട്ടി വ്യൂ അല്ലെങ്കിൽ ഓർത്തോഗ്രാഫിക് വ്യൂസ്, പ്രൊജക്ഷൻ വ്യൂസ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നിർത്താം അല്ലേ?